എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഉച്ച മുതലുള്ള വിശേഷങ്ങളായിട്ടാണ്. ഇന്ന് രണ്ടുപേർക്കും എനിക്ക് രാവിലെ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച മുതൽ രണ്ടുപേരും ഫ്രീ ആണ്. അപ്പോൾ ഉച്ച മുതലുള്ള വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോ. അതെ, ഞങ്ങള് ഇവിടെ ഇരിക്കുന്നില്ല, കുറച്ച് പുറത്തൊന്ന് പോവാന്ന് വിചാരിച്ചു അല്ലേ. പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഓഫ് കിട്ടുമ്പോ നമുക്ക് എപ്പോഴും കുക്കിംഗ് ഒക്കെ ആയിട്ട് ഒരു മടുപ്പാവില്ലേ. അതുകൊണ്ട് ഇന്നൊരു ചെറിയ റിലാക്സേഷന് വേണ്ടിയിട്ട് പുറത്തൊക്കെ ഒന്ന് പോയി ഫുഡ് കഴിക്കാന്ന് വെച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ അടുത്തുള്ള ബ്രഹ്മപുരത്ത് അടുത്തുള്ള ഒരു KSCB ക്യാൻറ്റീൻ ഉണ്ട്. ഞങ്ങളിപ്പോ എപ്പോഴും അവിടെ പോണതാണ്, സ്ഥിരമായിട്ട് പോണതാണ്. സിമ്പിൾ ക്യാൻറ്റീൻ, ചെറിയൊരു ക്യാൻറ്റീനാണ്. ഫുഡൊക്കെ നല്ല ഫുഡാണ്, ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ അവിടെ പോയിരുന്ന് കഴിക്കുമ്പോ ഒരു വനത്തിന്റെ നടുക്ക് ഒരു ഹോട്ടലിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീലാണ്. ഒരു സിമ്പിൾ ഹോട്ടൽ ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല, ഒരു വീഡിയോയിലും അത് കാണിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് നമുക്കത് കാണാം. അതെ, അങ്ങോട്ട്. അപ്പൊ ഫുഡ് കഴിക്കാൻ ഞങ്ങളിപ്പോ അങ്ങോട്ടാണ് പോണത്. അപ്പൊ അവിടുന്ന് തുടങ്ങാം നമുക്ക്. ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയിട്ടോ KSCB ക്യാൻറ്റീനില്. ഇനി കഴിക്കാൻ കയറുകയാണ്. കയറിയാലോ? നമുക്ക് കഴിക്കാൻ കയറുകയാണ്. നമുക്ക് കാണാം, ഉള്ളൊക്കെ കാണാം. ഉള്ളിലോട്ട് പോവാം. ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറി ക്യാൻറ്റീൻ്റെ അല്ലേ. അത് ഇതിന്റെ ചുറ്റുഭാഗമൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതൊരു വനത്തിന്റെ ഉള്ളില് ഇരിക്കുന്ന ഫീലാണ് നമുക്ക്. വനം തന്നെയാണ് അല്ലേ, ഫുള്ള് മരങ്ങളും ഒക്കെ ഉള്ളത്. ബ്രഹ്മപുരം ഇൻഫോ പാർക്കിന്റെ അടുത്തായിട്ട് കാക്കനാട്. വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നമ്മുടെ KSCB ക്യാൻറ്റീനും. അത് ഫുഡൊക്കെ നല്ല ഫുഡാണ്. പുറത്തുനിന്ന് ആൾക്കാർക്ക് വന്ന് കഴിക്കാട്ടോ ഇവിടെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ. ആദ്യം കുറെ നാള് ഞങ്ങൾക്ക് KSCB ആൾക്കാർക്ക് മാത്രം ഞങ്ങൾ വരാതിരുന്നു. പിന്നെ കുറെ കാറും കുറെ ബൈക്കും ഒക്കെ കണ്ടപ്പോഴാണ് ഇവിടെ ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ ആൾക്കാർ തന്നെ ഉണ്ട്. ഇതുണ്ടല്ലേ, ഇതാ ഞാൻ പറഞ്ഞതിന്റെ ചുറ്റും നല്ല കാടാണ്. ഒരു കാടിന്റെ ഉള്ളിലിരുന്ന് കഴിക്കുന്ന ഫീലിംഗ് ആണ് ഇവിടെ വന്ന്. മീൻ വറുത്തതല്ല ആയിട്ടില്ല, ബീഫ് ഫ്രൈ എടുത്തു. ഇങ്ങനെ ഊണിവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ തനി സിമ്പിൾ നാടൻ ഊണാണ് അല്ലേ നികേഷ് ചേട്ടാ. തനി ഒരു കെമിക്കലോ അങ്ങനെ ഇട്ടുള്ള ഫുഡൊന്നും അല്ല. നമ്മുടെ സിമ്പിൾ, നമ്മൾ ചിലപ്പോൾ നാട്ടിൻപുറത്തൊക്കെ പോയി ചില ഹോട്ടലിൽ കഴിക്കല്ലേ, അതുപോലത്തെ അല്ലേ. അങ്ങനെ ഒത്തിരി പ്രതീക്ഷ വരരുതല്ലേ. എനിക്ക് ഇങ്ങനെയുള്ളവർക്ക് കഴിക്കണ കൂടുതൽ ഇഷ്ടം. മീന് ബീഫ് ഫ്രൈ അതൊക്കെ ഉണ്ട് സ്പെഷ്യലായിട്ട്. ഇപ്പൊ മീനായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ബീഫ് ഫ്രൈ. പിന്നെ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് തോന്നുന്നില്ലേ, നമ്മള് കഴിച്ചല്ലേ കഴിഞ്ഞാണ് ഇന്നപ്പോ ഊണ് കഴിക്കാന്ന് വെച്ചാൽ എന്തൊക്കെയാണ്. ക്യാബേജ് തോരനാന്ന് തോന്നുന്നു, പിന്നെ ഒരു തക്കാളി കൂട്ടിയുള്ള കറി, പപ്പടം, പിന്നെ അച്ചാറ്, ഇതൊക്കെയാണ്. ഇനി പിന്നെ നമ്മൾ ബീഫ് ഫ്രൈ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ. എനിക്ക് സാമ്പാർ കൂടി വെച്ചു. ബീഫ് ഫ്രൈ കഴിച്ചു തുടങ്ങാം.
അവിടെ ഫുഡ് എല്ലാം ആയി വരുന്നുള്ളൂ അല്ലേ? നമ്മൾ ഇച്ചിരി നേരത്തെ വന്നു. എന്താ ഒരു ബീഫ് ഫ്രൈ ഉടനെ തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞു അല്ലേ അന്വേഷേട്ടാ? അത് നമുക്ക് കഴിച്ചു തുടങ്ങാം. നല്ല ചൂട് അവരിപ്പോൾ ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ട് അല്ലേ? കഴിച്ചോട്ടെ. ഞാൻ സാമ്പാറാണ് എൻ്റെ കൂടെ പറഞ്ഞ ബീഫേട്ടും മീൻസാറും അല്ലേ? അങ്ങനെ ബീഫ് ഫ്രൈ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ. നികേഷേട്ടാ കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു, വയറ് നിറഞ്ഞു. നമുക്ക് ഈ അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അതെ, ഞാൻ അത് പറഞ്ഞില്ലേ, ഒരു വലിയ വനത്തിന്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന അവിടെ അങ്ങനെ ഒരു ഫീലാണ് അല്ലേ? ഇവര് കഴിച്ച് ഇവിടെ അടുത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റ് അല്ലേ? 2-3 മിനിറ്റേ ഉള്ളൂ. കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോവാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് വീണ്ടും പോവാം. നമുക്കിന്ന് സിനിമയ്ക്ക് അങ്ങനെ പോവാം. കൊറോണയ്ക്ക് മുമ്പ് നമ്മള് അല്ല, കൊറോണയ്ക്ക് മുമ്പ് വേണ്ടതാ. ഇതുവരെ സിനിമ കണ്ടിട്ടില്ല. കാലായി സിനിമയ്ക്ക് പോയിട്ട് 2 വർഷം നല്ല ഏതാ സിനിമകൾ നോക്കിയിട്ട് നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ഇറങ്ങാം. ശരി. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്നു. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് അല്ലേ? ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടേ പോണുള്ളൂ. ഇപ്പൊ എത്ര മണിയായി? ഇപ്പൊ 1 മണി ആയിട്ടുള്ളൂ. നമ്മൾക്ക് ഒരു 2 മണിയാകുമ്പോ പോവാം. അതെ, ഷോയുടെ ടൈം എങ്ങനെയാ നോക്കിയായിരുന്നോ? അതിന്റെ ശേഷമുള്ള ഏതെങ്കിലും ഫിലിമിനെ കയറാം. ഒന്ന് കുറച്ചേരം ഇരിക്കട്ടെ, ഇറങ്ങാം. എന്റെ മേത്തേക്കും തിരക്ക് പോവാ. 2 മണിയായി ഇറങ്ങും. അപ്പൊ ഞങ്ങൾ വീണ്ടും ഇറങ്ങുകയാണ്. സിനിമയൊക്കെ കാണാന്നുള്ള പ്ലാനിലാണ് ഇറങ്ങണത്. നമ്മൾ നോക്കി വെച്ചു, പത്മ കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങുകയാണ്. പത്മ സിനിമ. പിന്നെ വേറെന്താ പരിപാടി സോനു? സിനിമ കാണില്ല തന്നെ അല്ലേ? പിന്നെ നമുക്ക് നോക്കാം. മാളിൽ എത്തിയിട്ട് നമ്മുടെ കുറച്ച് കൂപ്പൺ ഇരിക്കണ്ടായിരുന്നു ഒബ്രോഡ് മാളില്. പക്ഷെ അതിന്റെ ഡേറ്റ് ആവണേ ഉള്ളൂ. കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ടീഷർട്ട് എന്തെങ്കിലും എടുക്കാൻ നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങാം. പെയ്യാൻ തോന്നുന്നു, എപ്പോഴാണെങ്കിൽ പെയ്യാം. മഴക്കാലൊക്കെ കാണണ്ടേ? അപ്പൊ നമുക്ക് ഇറങ്ങാം എന്നാ. സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. 3:45 പത്മ സിനിമ. അപ്പോൾ 3:45 ഇനി 1 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ആ 1 അവർ നമ്മളിതിൻ്റെ അടിയിൽ റിലയൻസ് ട്രെൻഡ്സ് ഉണ്ട്. അവിടെ കയറിയിട്ട് നമുക്ക് നല്ല ടീഷർട്ട്സൊക്കെ വല്ലതും ഉണ്ടോ നോക്കാം. 1 അവർ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയും സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം.
ഞങ്ങളെ എടുത്തിട്ട് അല്ലേ? കുഴപ്പമില്ലല്ലോ, എടുക്കട്ടെ. ഫിറ്റ് ആണോ? കറക്റ്റ് കറക്റ്റ് ഫിറ്റ് അല്ല, വലുതാണോ? ഒരു സ്വല്പം പൊടിക്ക് ഉണ്ട്. പക്ഷെ അതിന് താഴെയുള്ളത് വേറെ ഇല്ല അവിടെ. എന്നാലും കുഴപ്പമില്ല, ഇല്ലല്ലോ, ഭയങ്കര ലൂസ് അല്ല. ഇനി ഒരു ലൈറ്റ് ആവട്ടെ. എപ്പോഴും ഞങ്ങൾ ഇച്ചിരി കളർ ഒന്ന് ലൈറ്റ് ആവട്ടെ, എപ്പോഴും വലിയ കളറില്. അപ്പൊ ഇത് എടുക്കാം നമുക്ക്. ഇതൊക്കെ ചെറുതുണ്ടോ? അല്ല, ഇത് കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ്. സൈസ് എനിക്കിത് ഭംഗിയുണ്ട്. ഞങ്ങള് ഇത് രണ്ടും എടുത്തു, ഈ ഷർട്ടും ഭംഗിയായിട്ടില്ലേ? ഇത് രണ്ടും എടുത്തത്. വേറെ ഒന്നും ഇനി പ്രത്യേകിച്ച് എടുക്കണില്ല. ഇനിയിപ്പൊന്നും വേണ്ട, തൽക്കാലം നമുക്ക് മതി. സിനിമയുടെ സമയമാവാറായി. പോയേക്കാം, മോളിൽ തന്നെയാണ്. പോയേക്കാം, ബില്ലടിക്കാൻ കൊടുക്കാം. അങ്ങനെ ഞങ്ങള് ഫ്രണ്ട്സ് കയറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, പുറത്തിറങ്ങി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി സിനിമയ്ക്ക് കയറുകയാണ്. സിനിമ തുടങ്ങാൻ ഇനി 20 മിനിറ്റും കൂടെ ഉണ്ട്. നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ വേണ്ട അല്ലേ? ബ്രേക്ക് വല്ല കിട്ടുമ്പോ അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഒബ്രോഡ് മാളിൽ തന്നെ ഫുഡ് കോർട്ടിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. ചായയും സോനുവിനെ പരിപ്പ് ഉഴുന്നുവട, എനിക്ക് പഴംപൊരി പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. വേഗം വന്നാൽ മതിയായിരുന്നു, കാരണം സിനിമ തുടങ്ങാൻ 15 മിനിറ്റും കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഹെവി ആയിട്ടുള്ള ഒന്നും പറഞ്ഞില്ല, കാരണം മസാല ദോശയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കുറേ നേരം പിടിക്കും. അപ്പോൾ നമ്മുടെ സ്ഥിരം പഴംപൊരിയും പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ തന്നെ പറഞ്ഞു. ചായ കുടിച്ചിട്ട് പോവാം. ചായക്ക് ഒരു പ്രത്യേക രുചിയില്ല. ഇതിലെന്തോ ഇതിൻ്റെ ഇടുന്നുണ്ടെന്നോ ഏലക്കായൊക്കെ ഇടുന്നുണ്ട്. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടുണ്ടല്ലേ? ചൂടുണ്ട്. ഞാൻ വട കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട്. ടേസ്റ്റ് ഉണ്ട്. പരമ്പര ഉണ്ടായിരുന്നു. ഇറങ്ങിയിട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂവിയായിരുന്നു, എനിക്ക് ഇഷ്ടമായി. അങ്ങനെ തമാശയൊന്നും ഇല്ല, എന്നാലും നല്ലൊരു കഥ. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം. നമ്മൾ 2.5 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഒന്ന് കാണാനാണ് അല്ലേ? അതെ, കുറേ കാലത്തിന് ശേഷം. അതെ. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. പോണ വഴിക്ക് കഴിച്ചിട്ട് പോവാം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്ഥിരം റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. തവാത്തിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ. ഫുഡ് കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോവും. അതെ, വേറെ പരിപാടിയൊന്നും ഇനി ഒരു പരിപാടി ഇല്ല. ചുറ്റിക്കറങ്ങി ഒരു എൻജോയ് ചെയ്തു ഓഫ് ഡേ. ഇനി നാളെ തൊട്ട് ജോലിയിലേക്ക് അല്ലേ? അപ്പോൾ കയറാം, കഴിക്കാൻ കയറാം. എവിടെ വേണേലും ഇരിക്കാം. ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ചപ്പാത്തി
ചില്ലി ചിക്കൻ ഓർഡർ ചെയ്ത് നികേഷേട്ടന് പൊറോട്ട കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്തോ ഇവിടെ ഇല്ല. പൊറോട്ട ഇല്ല. അപ്പൊ ഞങ്ങളിത് കഴിച്ചിട്ടപ്പോ കാണാം അല്ലേ. ഫുഡ് എത്തി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് വീട്ടിലെത്തി, ഫ്ലാറ്റിൽ തിരിച്ചെത്തി. അപ്പൊ ഇന്നത്തെ കറക്കൊക്കെ അവസാനിച്ചു. 2 ഷർട്ട് എടുത്തു, സിനിമയ്ക്ക് പോയി, ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എത്തി. ഇനി കുളി കഴിഞ്ഞ് കിടന്നുറങ്ങുക, അത്ര പരിപാടിയുള്ളൂ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. അതെ, ഇനി നാളെ തൊട്ട് അതുപോലെ നല്ല തിരക്കായിരിക്കും, ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ട്. അപ്പൊ എന്നാലും ഇതൊരു വലിയ സംഭവം. നമ്മൾ കൊറേ നാളുകൾക്ക് ശേഷം സിനിമയ്ക്ക് പോയത്, 2.5 വർഷമായിട്ട്. അത് വലിയൊരു സംഭവം. സ്റ്റാർട്ടിങ് കിട്ടി, ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവാം. ഇനിയിപ്പോ ഇടയ്ക്ക് അപ്പോൾ നമുക്ക് നിർത്താം. ഇന്നത്തെ ഇത് നമുക്ക് നിർത്താം. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ബൈ.